ഹലോ ഡിയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തം എങ്ങനെ പോകുന്നു? സോ S1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. S1 എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. ഞാൻ ഇതെന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിരിക്കും. അത് ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ, ലോങ് ആൻസർ ആയിക്കോട്ടെ, പാർട്ട് എയോ പാർട്ട് ബിയോ ഏതിലായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദ്യം വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. സോ മക്കളെ, ഇത് പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം. ഓക്കെ മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എളുപ്പമാണ്. ഇതിൽ ഞാൻ എന്താണോ പറഞ്ഞു തരുന്നത്, എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതേപോലെ പഠിക്കുക. വേറെ ഒന്നും നോക്കാനില്ല. അതേപോലെ നിങ്ങൾ പേപ്പറിൽ എഴുതുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിൽ യാതൊരു സംശയം വേണ്ട. ദ ടോപ്പിക് എന്ന് പറയുന്നത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ. ഓക്കെ, ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ. എന്താണ് ഈ ഡാംപ്ഡ്? എന്താണ് ഡാമ്പിംഗ്? എന്താണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻ? നമുക്ക് നോക്കാം മക്കളെ. നോക്കിയേ, ദ ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ ഓസിലേറ്റർ കോസ്ഡ് ബൈ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ഇസ് കോൾഡ് ഡാമ്പിംഗ്. അല്ലെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സിമ്പിൾ പെൻഡുലം ആലോചിച്ച് നോക്കൂ. സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ആടി 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 കുറെ സമയം കഴിയുന്ന സമയത്ത് അതങ്ങ് നിൽക്കും, അല്ലെ, അതങ്ങ് റെസ്റ്റിലാകും സിമ്പിൾ പെൻഡുലം. എന്തുകൊണ്ടായിരിക്കും? ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് കാരണം. അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിസ്കോസിറ്റി ആയിക്കോട്ടെ, ഇങ്ങനത്തെ ചില ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് കാരണം അതെന്ത് സംഭവിക്കുന്നു? നിൽക്കുന്നു, അല്ലെ. ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ ബോബ് എന്ന് പറയുന്നത് ഇങ്ങനെ ആടി ആടി നിൽക്കാൻ കാരണം എയറിന്റെ റെസിസ്റ്റൻസ് അല്ലേടാ, അല്ലെ. സോ ദാറ്റ് ഈസ് കോൾഡ് ഡാമ്പിംഗ്. സോ എന്താണ്? ദ ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് of an oscillator caused by dissipative forces is called damping. Such an oscillator is called damped harmonic oscillator. Clear ആണോ? Clear ആണോ? And the corresponding motion is called damped harmonic oscillation. ആ damped harmonic oscillatorന്റെ മോഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത്? damped harmonic oscillation. So what is damping? എന്താണ് damped harmonic oscillator? എന്താണ് damped harmonic oscillation എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം കൃത്യമായും വ്യക്തമായും മനസ്സിലേക്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മക്കളെ നോക്കുക, ഇവിടെ നോക്കൂ, നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ പാർട്ടിലോട്ട് കടക്കാം. ഓക്കെ, സോ ഇത് പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഷോർട്ട് ആൻസറിൽ ചിലപ്പം ഒരു ചെറിയൊരു പാർട്ടാണ് ചോദിക്കാറ്. നമ്മൾ പാർട്ട് ബിയിലാണ് ആക്ച്വലി ഫുൾ ആയിട്ട് ചോദിക്കാറ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലാസ്റ്റ് ഈ വീഡിയോ ഫുള്ള് കാണുക. വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട് പാർട്ട് എക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇത് ഈ ടോപ്പിക്കിൽ നിന്ന് വരാം, പാർട്ട് ബിക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് വരാമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേ ചോദിക്കത്തുള്ളൂ, അതിൽ സംശയമൊന്നും വേണ്ട. ഓക്കെ മക്കളെ, നോക്കാം. ഫോഴ്സ് ഇക്വേഷൻസ് ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഒരു ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫോഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് എഴുതാം നമുക്ക്. നോക്കൂ, ദാറ്റ് ഈസ് m into d square x by dt square is equal to minus cx minus gamma into dx by dt. ക്ലിയർ ആണോ? ഇവിടെ നോക്കൂ, ഇവിടെ ഈ dx by dt ഇല്ലേ, ഈ dx by dt എന്ന് പറയുന്നത് എന്താടാ? dx by dt എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെലോസിറ്റി. ദാറ്റ് ഈസ് വെലോസിറ്റി. ഇനി എന്താണാവോ ഈ ഗാമ എന്ന് പറയുന്നത്? ഈ ഗാമ എന്ന് പറയുന്നത് എന്താടാ? ഗാമ എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേര് ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയും. എന്ത് പറയൂടാ? ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയും. ക്ലിയർ ആണോ? എന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. കാരണം ഈ RHS ടേംസിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ നോക്കൂ, ദാറ്റ് ഈസ് m into d square x by dt square പ്ലസ് എന്താണ് ഈ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഗാമ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എന്താണ്? ഈ മൈനസ് സി എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് സി എക്സ് ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഓർക്കുക. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഓരോ ടേംസിനെയും നമ്മൾ m കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ക്ലിയർ ആണോ? സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് by m. dividing throughout by m. നോക്കൂടാ, m by m ഈ ഇക്വേഷൻ, ഈ സെയിം ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പം m by m into d square x by dt square പ്ലസ് ഇതിനടുത്ത് എന്താ? ഗാമ by m അല്ലെ, ഗാമ by m into dx by dt പ്ലസ് cx by m is equal to എന്താടാ? 0. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? വേറെ ഒന്നുമില്ല മക്കളെ. ഇവിടെ നോക്കിക്കേ, ഞാൻ ഓരോ ടേമിനെയും എന്ത് ചെയ്തു? m കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിക്കേടാ, ഈ m ഉം m എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ബാക്കി ആരൊക്കെയുള്ള എഴുതിക്കേ? d square x by dt square പ്ലസ് എന്താ? ഈ പറയുന്ന ഗാമ ബൈ m ഇല്ലേ, ഗാമ ബൈ m. ഈ ഗാമ ബൈ എമ്മിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഈ ഗാമ ബൈ m എന്ന് പറയുന്നത് that is equal to 2k.
അപ്പോ കെ എന്ന് പറയുന്നത് എന്താടാ? കെ എന്ന് പറയുന്നത് ഗാമ ബൈ 2m. ഇനി കെ എന്ന് പറയുന്നത് എന്താടാ? ഈ കെ എന്ന് പറയുന്നതിന് നമ്മൾ പറഞ്ഞ പേരാണ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പറയൂടാ, ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഈ ഗാമ ബൈ എമ്മിന് നമ്മൾ എന്താ കൊടുത്തത്? 2k. അപ്പൊ 2k കൊടുത്തടാ, 2k ഇൻറ്റു dx ബൈ dt പ്ലസ് ഇവിടെ നോക്കിക്കേടാ, ഇവിടെ നോക്കിക്കേ cx ബൈ എം, cx ബൈ എം. ഇവിടെ നോക്കിക്കേ, ഈ c ബൈ എം എന്ന് പറയുമ്പോൾ ഈ c ബൈ എം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? c ബൈ എം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒമേഗ നോട്ട് സ്ക്വയർ. അപ്പോൾ ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് c ബൈ എം. ഇനി ഒമേഗ നോട്ട് എന്ന് പറയുന്നത് എന്താടാ? ഒമേഗ നോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ c ബൈ എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? c ബൈ എമ്മിന് പകരം എന്ത് കൊടുക്കാം പറഞ്ഞേ? ദാറ്റ് ഈസ് ഒമേഗ നോട്ട് സ്ക്വയർ കൊടുക്കാം. ഒമേഗ നോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. മക്കളെ, ഈ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന്റെ ആദ്യ ഭാഗം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ലിയർ? ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഈ ഇക്വേഷൻ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് അറിയാവോ? ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഓസിലേറ്റർ. പാർട്ട് എയിൽ നിങ്ങൾക്ക് ചോദിക്കും റൈറ്റ് the differential equation of a damped harmonic oscillator, അല്ലെങ്കിൽ derive the differential equation of a damped harmonic oscillator ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടി. മനസ്സിലായോ? സോ ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യാം. തീർന്നിട്ടില്ല. നമ്മളിപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ വരെ എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നല്ലടാ, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയേ, ലെറ്റ് എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി ബി എ പോസിബിൾ സൊല്യൂഷൻ. അതായത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇക്വേഷന്റെ സൊല്യൂഷൻ ലെറ്റ് എക്സ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി ബി എ പോസിബിൾ സൊല്യൂഷൻ. ഇവിടെ നോക്കിക്കേ, ഇതിന്റെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dx ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആൽഫ എ ഇ റേസ് ടു ആൽഫ ടി എന്ന് കിട്ടും. ആൻഡ് ഇതിനെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ എ ഇ റേസ് ടു ആൽഫ ടി എന്ന് കിട്ടും. സംശയമുണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡി എക്സ് ബൈ ഡി ടി കിട്ടി, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ substituting in equation 1, അതായത് ഈ കാണുന്ന ഇക്വേഷനിൽ ജസ്റ്റ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരവും ഡി എക്സ് ബൈ ഡി ടിക്ക് പകരവും ഈ രണ്ട് സംഭവം ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കിട്ടുന്നത് എന്താണെന്ന് അറിയാമോ? ദാറ്റ് ഈസ്, ഇട്ട് നോക്കൂ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2k ഇൻറ്റു dx by dt plus omega square x equal to 0. ഈ ഇക്വേഷൻ ആണല്ലോ മക്കളെ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ പറഞ്ഞതുപോലെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് പകരവും ഡി എക്സ് ബൈ ഡി ടിക്ക് പകരവും ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇട്ട് കൊടുക്കാം. എന്താണാവോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ? യെസ്, ആൽഫ സ്ക്വയർ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി. അപ്പോൾ ആൽഫ സ്ക്വയർ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് 2k ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി, ആൽഫ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് എന്താണ് ഒമേഗ നോട്ട് സ്ക്വയർ എക്സിന് പകരം എന്ത് കൊടുക്കുക? എ ഇ റേസ് ടു ആൽഫ ടി, എ ഇ റേസ് ടു ആൽഫ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും മക്കളെ. നോക്കിക്കേ, എ ഇ റേസ് ടു ആൽഫ ടി ഉണ്ട്, എ ഇ റേസ് ടു ആൽഫ ടി ഉണ്ട്, എ ഇ റേസ് ടു ആൽഫ ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ഇ റേസ് ടു ആൽഫ ടിയെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് എന്തൊക്കെയാടാ? ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താടാ? 0.
ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതുവരെ നിങ്ങൾക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. മക്കളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോമിലാണ്. ഈ ഇക്വേഷൻ പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഒരു ക്വാഡ്രാറ്റിക് ഫോമിലാണ്. സോ ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടെണ്ണമാണ് കിട്ടുന്നത്. ഇതിന്റെ നമുക്ക് വാല്യൂസ്, ആൽഫയുടെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ആൽഫ 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -k പ്ലസ് റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ആൻഡ് ആൽഫ 2 ഈസ് ഈക്വൽ ടു -k മൈനസ് റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ. ഓക്കെ, ഈ റൂട്ട് കണ്ടുപിടിക്കുന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട തൽക്കാലം ജസ്റ്റ് ഇതേപോലെ അങ്ങ് പഠിച്ചു വെക്കുക, എക്സാമിന് എഴുതുക. ക്ലിയർ ആണോ? മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഡെറിവേഷൻ ഷോർട്ടാക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇതിനെ വ്യക്തമായി പഠിച്ചിട്ട് പോവുക. ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ കുറയ്ക്കാണ്ട് എഴുതുക, എങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പാണ് മക്കളെ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ആൽഫ 1 ആൽഫ 2 കണ്ടുപിടിച്ച് കഴിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ ഹെൻസ് the general solution is നോക്കൂ, x equal to a1 e raised to alpha 1t plus a2 e raised to alpha 2t. ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ആൽഫ 1ന് പകരം ഇട്ട് കൊടുക്കുക, ആൽഫ 2ന് പകരം ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ x equal to a1 e raised to നമ്മുടെ ആൽഫ 1 എന്ന് പറയുമ്പോൾ ഇതാ കിടപ്പുണ്ട്, എഴുതിക്കോ, -k പ്ലസ് റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ, ഓക്കെ അല്ലേ, ഇൻറ്റു എന്താണ് t പ്ലസ് a2 ഇൻറ്റു e റേസ് ടു നമ്മുടെ ആൽഫ 2 എന്ന് പറയുമ്പോൾ ഇതാ കിടപ്പുണ്ട്, എന്താ -k മൈനസ് റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു t. ക്ലിയർ ആണോടാ? ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 2. ഇവിടെ a1 ആൻഡ് a2 എന്ന് പറയുന്നത് ദേ ആർ കോൺസ്റ്റന്റ്സ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് എങ്ങനെ എഴുതാം? x ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? നോക്കൂ, ശ്രദ്ധിക്കണേ, ഇവിടെ നോക്കിയേ, e റേസ് ടു -kt, വേറെ ഒന്നുമില്ല, ദാ e റേസ് ടു -kt, അതേപോലെ e റേസ് ടു -kt. ഓക്കെ, e റേസ് ടു -kt പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് എന്താണ്? a1 ഇൻറ്റു e റേസ് ടു റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു t പ്ലസ് a2 e റേസ് ടു -k മൈനസ് റൂട്ട് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഇൻറ്റു t. ക്ലിയർ ആണോ? ഇത് ഇക്വേഷൻ 3. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 3. ക്ലിയർ ആണോടാ? ഇത്രയും ക്ലിയർ ആണോ? സോ മക്കളെ, ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. e റേസ് ടു -kt ഇൻറ്റു a1 e റേസ് ടു root of k square minus omega naught square into t plus a2 into e raised to minus root of k square minus omega naught square into t. ക്ലിയർ ആണോ? കഴിഞ്ഞു. x ന്റെ വാല്യൂ നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ഡിഫറെന്റ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓവർ ഡാംഡ് കേസ് ആണ്. ഈ ഓവർ ഡാംഡ് കേസിൽ നമ്മുടെ k എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഈസ് ഹൈ. സോ ദാറ്റ് ഇവിടെ റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയറിനെ നമ്മൾ എന്ത് കൊടുക്കും? ബീറ്റ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 2 മാറും. ഇക്വേഷൻ 2 ബിക്കംസ് വേറെ ഒന്നില്ല, ഈ ഒരു ഇക്വേഷൻ 2 ഈ ടേമിന് ഈ k സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ടേമിന് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മാത്രം മതിയടാ? ബീറ്റ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിൽ ഒരുവിധ സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു a1 e റേസ് ടു -k പ്ലസ് ബീറ്റ ഇൻറ്റു t പ്ലസ് a2 ഇൻറ്റു e റേസ് ടു -k മൈനസ് ബീറ്റ ഇൻറ്റു t. കഴിഞ്ഞു. അപ്പോ കേസ് 1 എന്ന് പറയുന്ന ഓവർ ഡാംഡ് കേസിൽ x ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ മോഷൻ എന്ത് ടൈപ്പാണ്?
such motion is called dead beat അല്ലെങ്കിൽ or aperiodic എന്ന് പറയും. ക്ലിയർ ആണോ? എക്സാമിന് ചോദിക്കും നമ്മുടെ ഓഡ് ഡാംപ് കേസിൽ ഈ മോഷൻ എന്ത് മോഷൻ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക അതിനെ ഡെഡ് ബീറ്റ് അല്ലെങ്കിൽ അപ്പീരിയോഡിക് എന്ന് പറയും. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ഒരു റിയൽ ക്വാണ്ടിറ്റി ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയൽ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? സോ ഫസ്റ്റ് കേസിന്റെ ഓഡ് ഡാംപ് കേസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ക്രിട്ടിക്കലി ഡാംപ് കേസ് ആണ്. ക്രിട്ടിക്കലി ഡാംപ് കേസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? K is equal to omega naught. എക്സാമിന് ചോദിക്കും കേട്ടോ. ഇപ്പം ഓഡ് ഡാംപ്ഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? അവിടുത്തെ കണ്ടീഷൻ വേറെ ഒന്നുമല്ല, K എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് ആണ്. നമ്മുടെ ക്രിട്ടിക്കൽ ഡാംപ്ഡ് എന്താണ്? K എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പുട്ട് റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു H. ക്ലിയർ ആണോ? H എന്ന് പറയുന്നത് എന്താടാ? ഇറ്റ് ഇസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 എങ്ങനെ മാറും? ഇക്വേഷൻ 3 ബിക്കംസ്, അതായത് മക്കളെ നോക്കൂ, ഇക്വേഷൻ 3 എങ്ങനെ മാറും? വേറെ ഒന്നുമില്ല, ഈ ടേമിന് എന്തിട്ട് കൊടുക്കുക? H ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 എങ്ങനെ മാറൂടാ? X ഈക്വൽ ടു e റേസ് ടു മൈനസ് KT ഇൻറ്റു റൂട്ട് ഓഫ് A1 e റേസ് ടു HT പ്ലസ് A2 e റേസ് ടു മൈനസ് HT. കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി നോക്കാം. ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഇതിന്റെ ബാക്കി നോക്കാം. നോക്കൂ, x ഈക്വൽ ടു e റേസ് ടു മൈനസ് KT ഇൻറ്റു, നോക്കൂ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നോക്കിയടാ, A1 ഇൻറ്റു 1 പ്ലസ് HT പ്ലസ് A2 ഇൻറ്റു 1 മൈനസ് HT നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു e റേസ് ടു മൈനസ് KT ഇൻറ്റു A1 പ്ലസ് A2 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് A1 മൈനസ് A2 ഇൻറ്റു HT എന്ന് നമുക്ക് എഴുതാം. സംശയമുണ്ടോ? അപ്പോൾ ഇവിടെ ഈ പറയുന്ന A1 പ്ലസ് A2 ഉണ്ടല്ലോ, ഈ A1 പ്ലസ് A2 ഉണ്ടല്ലോ, ഈ A1 പ്ലസ് A2 എന്താ? A1 പ്ലസ് A2നെ നമുക്ക് D എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ഈ A1 മൈനസ് A2 ഇൻറ്റു H ഇല്ലേ, ഇത്രയും നമ്മൾ എന്തെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാമോ? ദാറ്റ് ഈസ് A1 മൈനസ് A2 ഇൻറ്റു Hനെ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ A1 പ്ലസ് A2ന് പകരം ഡിയും A1 മൈനസ് A2 ഇൻറ്റു Hന് പകരം ഇയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ദാറ്റ് ഈസ് x ഈക്വൽ ടു e റേസ് ടു മൈനസ് KT ഇൻറ്റു D പ്ലസ് ET എന്ന് മാറും. കഴിഞ്ഞു. എക്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ മോഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് മോഷൻ ആണ് നമുക്ക് നോക്കാം. ഇവിടുത്തെ മോഷൻ എന്ന് പറയുന്നത് ദ മോഷൻ ബിക്കംസ് ജസ്റ്റ് എ പീരിയോഡിക് ഓർ നോൺ ഓസിലേറ്ററി. എപീരിയോഡിക് ഓർ നോൺ ഓസിലേറ്ററി. ക്ലിയർ ആണോ? കേസ് 1 കഴിഞ്ഞു, കേസ് 2 കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് കേസ് 3. കേസ് 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അണ്ടർ ഡാംപ് കണ്ടീഷൻ. അണ്ടർ ഡാംപ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ K എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ ഒമേഗ നോട്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് K സ്ക്വയർ മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് K സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഒമേഗ എന്ന് എഴുതാം. ഇവിടെ I എന്താണ്ടാ? വേർ I ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 1. ഒമേഗ എന്ന് പറയുമ്പോഴോ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ നോട്ട് സ്ക്വയർ മൈനസ് K സ്ക്വയർ. ഇതെന്ന് പറയുന്നത് ഒരു റിയൽ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 ബിക്കംസ്, ഇക്വേഷൻ 3ക്ക് എന്ത് സംഭവിക്കുന്നു മക്കളെ നോക്കിക്കേ. x ഈക്വൽ ടു e റേസ് ടു മൈനസ് KT ഇൻറ്റു A1 e റേസ് ടു I ഒമേഗ T പ്ലസ് A2 e റേസ് ടു മൈനസ് I ഒമേഗ T. വേറെ ഒന്നുമില്ലടാ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് x ഈക്വൽ ടു e റേസ് ടു മൈനസ് KT ഇൻറ്റു A1 ഇൻറ്റു
cos omega t plus I sin omega t plus a2 into cos omega t minus I sin omega t. ക്ലിയർ ആണോടാ? അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു e റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ a1 പ്ലസ് a2 ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതാം പ്ലസ് ഐ ഇൻറ്റു a1 മൈനസ് a2 ഇൻറ്റു സൈൻ ഒമേഗ ടി. ക്ലിയർ ആണോടാ? ഇവിടെ a1 പ്ലസ് a2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു a0 സൈൻ ഫൈ. അതേപോലെ ഐ ഇൻറ്റു a1 മൈനസ് a2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് a0 കോസ് ഫൈ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ദെൻ x ഈക്വൽ ടു a0 e റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി സൈൻ ഫൈവ് കോസ് ഒമേഗ ടി സൈൻ ഫൈവ് പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഫൈവ് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു a0 e റേസ് ടു മൈനസ് കെ ടി സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കൂ, നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കിയടാ? നമ്മൾ നോക്കൂടാ, നമ്മൾ ഡാമ്പിംഗ് എന്താണെന്ന് പഠിച്ചു, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചു, ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ പഠിച്ചു, ദെൻ അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു, അതിനെ സോൾവ് ചെയ്തു, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, ദെൻ നമ്മൾ അതിന്റെ ഡിഫറെന്റ് കേസസ് പഠിച്ചു. ഏതൊക്കെയാ? ഓവർ ഡാം കണ്ടീഷൻ, ക്രിട്ടിക്കലി ഡാം കണ്ടീഷൻ ആൻഡ് അതേപോലെ തന്നെ അണ്ടർ ഡാം കണ്ടീഷൻ. സോ അണ്ടർ ഡാം ആവുമ്പോൾ മറക്കരുത്, കെ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഒമേഗ നോട്ട് ആണ്. സോ ഇത്രയും നിങ്ങൾ പഠിക്കുക. ഇതേപോലെ ഡാമിംഗ് പ്രൊഡ്യൂസസ് ടു എഫക്ട്സ്. ഡാമിംഗിന്റെ എഫക്ട്സ് എന്താണെന്ന് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. ഡാമിംഗ് കാരണം എന്ത് സംഭവിക്കുന്നടാ? ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ആവുന്നു, കുറയുന്നു. അതേപോലെ ദ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഡിക്രീസസ് ആൻഡ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസസ്. ആംഗുലർ ഫ്രീക്വൻസി എന്ത് സംഭവിക്കുന്നടാ? ഡാമ്പിംഗ് കാരണം ഡിക്രീസ് ആവുന്നു. ഒരു ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിക്രീസ് ആകുന്നു. അതേപോലെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുന്നു. അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അതേപോലെ എക്സാമിന് ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. വേറെ ഒന്നുമില്ല, നമ്മുടെ എക്സ് ആക്സിസിൽ എന്ന് പറയുമ്പോൾ ടൈം ആണ്, ടി ആണ്, y ആക്സിസിൽ x ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇതേ ഗ്രാഫ് വരച്ചാൽ മാത്രം മതി. ഈ നമ്പേഴ്സ് ഒന്നും നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, രണ്ട് ആക്സിസ് വരയ്ക്കുക, എക്സ് ആക്സിസ് y ആക്സിസ് വരയ്ക്കുക. ദാ ഇതേപോലെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? അണ്ടർ ഡാംഡ് വേവ് ആണ്. ഓക്കെ, അണ്ടർ ഡാംഡ് ഗ്രാഫ് ആണ്. ആൻഡ് അതേപോലെ ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓവർ ഡാംഡ്. അതേപോലെ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കലി ഡാംഡ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും ഷുവർ ആയിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പാർട്ട് എയിലും പാർട്ട് ബിയിലും എന്തൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ക്ലിയർ ആണോ? ഇപ്പൊ എനിക്ക് ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? നോക്കാം പാർട്ട് എയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. obtain the differential equation of a damped harmonic oscillator. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അതായത് ഒരു ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഡിറൈവ് ചെയ്യുക എന്നാണ്. നോക്കടാ, നോക്ക്, നമ്മൾ ആദ്യം പഠിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താ നോക്ക്. ഇത്ര എഴുതി വെച്ചാൽ മതി. നോക്ക്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത്ര എഴുതി വെച്ചാൽ മതി, സുഖല്ലേ? അല്ലേ? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Mention the conditions for oscillations of a harmonic oscillator to be overdamped, critically damped and underdamped. Compare the time displacement curve in the three cases. The graph da കിടപ്പുണ്ട്. Clear അല്ലേ? അതേപോലെ different casesന്റെ conditions. ദോ ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? കണ്ടോ? അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടോ നിങ്ങൾ? അതേപോലെ ഡിസ്കസ് ദ മോഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ വെൻ ഇറ്റ് ഈസ് ക്രിട്ടിക്കലി ഡാംഡ്. ക്രിട്ടിക്കലി ഡാംഡ് ആകുമ്പോഴത്തേക്കും അതിന്റെ മോഷൻ എന്ത് ടൈപ്പ് ആണടാ? നോക്കിയേ, ക്രിട്ടിക്കലി ഡാംഡ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്യുക, എഴുതുക. ദ മോഷൻ ബിക്കംസ് ജസ്റ്റ് എ പീരിയോഡിക് ഓർ നോൺ ഓസിലേറ്ററി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഓസിലേഷൻസ് ഓഫ് ആൻ അണ്ടർ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് ടൈം ഡിസ്പ്ലേസ്മെന്റ് കർവ്. ദ കർവ് ഓൾറെഡി നമ്മൾ പഠിച്ചതാ.
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ മാറിയും മറിഞ്ഞും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പാർട്ട് എയിൽ ചോദിക്കുന്നത്. ആൻഡ് പാർട്ട് ബിയിൽ ഒറ്റ ചോദ്യം, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ വിത്ത് ഓൾ കേസസ് ആൻഡ് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ അണ്ടർ ഡാംഡ് കേസ്. അതായത് വേറെ ഒന്നും ഇല്ലടാ, നോക്ക്, നമ്മൾ ഇപ്പോൾ പഠിച്ച സാധനങ്ങൾ ഒന്നിച്ചങ്ങ് എഴുതി കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എത്ര മാർക്കാണോ അത്ര മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും, യാതൊരു സംശയമില്ല. സോ മക്കളെ, നിങ്ങൾ ഈ കാര്യം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യം നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് അറിയിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മസ്റ്റായിട്ട് ചോദിക്കും മക്കളെ. ഇത് മസ്റ്റായിട്ട് ചോദിക്കുന്ന വെച്ചാൽ മസ്റ്റായിട്ട് ചോദിക്കും. കാരണം ഈ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മേ ബി ഷോർട്ട് ആൻസർ ആയിരിക്കാം, ഇല്ലെങ്കിൽ പാർട്ട് ബിയിലായിരിക്കാം. എന്തായാലും ഉറപ്പായിട്ട് ചോദിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ ഇത് പഠിക്കാതെ പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കട്ടെ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക മക്കളെ. സോ യെസ്, അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ ബൈ.